എനിക്ക് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ പത്രസമ്മേളനം കേട്ട് ആവേശം വന്നു, രോമാഞ്ചം വന്നു. അതിന്റെ കാരണം പണ്ട് എനിക്ക് നേരെ വന്നൊരു ട്രോൾ. ഞാനത് ഒരിക്കലും അദ്ദേഹത്തെ എന്താ പറയണേ പരിഹസിക്കല്ല. അദ്ദേഹത്തിന്റെ ആ സ്റ്റാൻഡ് വളരെ സ്വീകാര്യമാണ്. ഞാൻ ചിന്തിക്കുക പോലുമില്ല ഡിസ്റെസ്പെക്ട് ചെയ്യാൻ. അദ്ദേഹത്തിന്റെ നിലപാടിനോട് വിയോജിപ്പ് കാണും, പക്ഷെ അദ്ദേഹത്തെ ബഹുമാനമില്ലാതെ പറയില്ല. പക്ഷെ ഇത് പണ്ട് വന്ന എന്നെ കുറിച്ചുള്ള ഒരു സ്ഥിരം ആൾക്കാർ എന്നെ കുറിച്ച് പറയുന്ന ഒരു തമാശയോ വെച്ചതായിരുന്നു. ഇതാണ് ആ ട്രോൾ. ഇങ്ങനെയായിരുന്നു: രാഹുൽ ഈശ്വറിന്റെ ചാനൽ ചർച്ചകൾ കാണുമ്പോൾ സൗബിന്റെ ഒരു ഫോട്ടോ ആണ്. അയ്യപ്പനും വാവരും ആയോ? ഇല്ല, തീവ്ര വലത് എത്തിയതേ ഉള്ളൂ. അതായത് ഞാൻ എല്ലാ സ്ഥലത്തും ആവശ്യത്തിനും അനാവശ്യത്തിനും മതസൗഹാർദ്ദവും എന്നൊക്കെ പറഞ്ഞ് ഈ വാവരും മറ്റും പറയുമെന്നുള്ളതാണ് ആ ട്രോളിന്റെ ഒരു ആത്മാംശം. എനിക്കിന്ന് വളരെ എന്നെക്കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ശരിയിൽ സന്തോഷം തോന്നി. നമ്മുടെ മുഖ്യമന്ത്രി ശബരിമലയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയൊന്ന് കേൾക്കാം. ഈ ശബരിമല എന്നത് നമ്മുടെ നാടിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ആരാധനാ സ്ഥലമാണ്. വളരെ സത്യമാണ്, രാജ്യത്തിന് മാതൃകയാണ്. ജാതിമത ഭേദ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതും കറക്റ്റാണ്. എല്ലാ മതസ്ഥർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ്. അതും കറക്റ്റാണ്. സാധാരണ അവിടെ എത്തുന്ന ഭക്തര് വാവരെ കണ്ടാണ് അയ്യപ്പനെ ദർശിക്കാൻ പോകുന്നത്. അത്രമാത്രം മതമൈത്രി ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണത്. വളരെ സത്യമാണ്. ഇത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോ അതുകൊണ്ട് വളരെ സന്തോഷം. എനിക്കത് കേട്ടിട്ടൊരു സന്തോഷമുണ്ട്. ഇനിയും ഇത് കേൾക്കുന്ന നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പാർട്ടി ഒരാൾ പറഞ്ഞാൽ അവർ മുഴുവൻ തെറ്റാണ്, അല്ലെങ്കിൽ CPM പറയുന്നത് മുഴുവൻ തെറ്റാണ്, കോൺഗ്രസ്സുകാർ പറയുന്നത്, BJP പറയുന്നത് മുഴുവൻ തെറ്റാണ്. അങ്ങനല്ല, എല്ലാവരും പറയുന്നതിനെ നന്മ സ്വീകരിക്കും. ഇതില് പിണറായി വിജയൻ അവർ പറഞ്ഞത് സ്വീകരിക്കേണ്ട കാര്യമാണ്, നല്ല കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതിനെ യോജിക്കുന്നു. അങ്ങനെ ശബരിമലയെ കുറിച്ച് പോസിറ്റീവ് പറയുന്നതും മതസൗഹാർദ്ദം പറയുന്നതും വാവരെയും അയ്യപ്പന്റെയും ആത്മമൈത്രി പറയുന്നതും നല്ലതാണ്. കാര്യം വാവരില്ല, വാപുരനാണെന്ന് പച്ചക്കള്ളം പറയുന്ന തീവ്ര ഹിന്ദുത്വവാദികളും ഗോഡ്സേവാദികളും ഉള്ള സമയത്ത് അത് ആവശ്യമാണ്. പക്ഷെ CPM ചെയ്യുന്നത് ഇതിന് പിന്നിൽ എന്താണ് എന്നും കൂടെ നമ്മൾ നോക്കണം. അത് കൃത്യമായി ഒരു പക്ഷേ ഏറ്റവും ഭംഗിയായി പറഞ്ഞത് നമ്മുടെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണനാണ്. ശരണം വിളിച്ച് CPM എന്ന് വളരെ മനോഹരമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ കാര്യം എന്താണെന്നും കൂടെ അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് CPM അത് ചെയ്യുന്നത്, CPM-ന്റെ ഒരു പൊളിറ്റിക്സ് കാര്യങ്ങൾ, അല്ലെ ഒന്ന് രണ്ട് പോയിന്റുകൾ നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു. അടുത്ത മാസം 20-ാം തീയതിയാണ് അയ്യപ്പ സംഗമം. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമായി ഏതാണ്ട് 3000-ഓളം അയ്യപ്പന്മാർ ഈ സംഗമത്തിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിന് തന്നെ മാതൃകയായ ആരാധനാലയമാണ് ശബരിമല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും വരുന്ന അയ്യപ്പന്മാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവരെ കേൾക്കേണ്ടതുണ്ട് എന്നാണ് ദേവസ്വം മന്ത്രിയായിട്ടുള്ള VN വാസവൻ പറഞ്ഞത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായിട്ട് 75 വർഷമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. നിശ്ചയമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം നടത്തേണ്ടതുണ്ട്. അതിന്റെ കാരണം ഞാൻ ആദ്യം പറയാം. നോക്കൂ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1252 ക്ഷേത്രങ്ങളാണുള്ളത്. ഈ 1252 ക്ഷേത്രങ്ങളിൽ കേവലം 58 ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ് സ്വയം പര്യാപ്തതയുള്ളത്. അതായത് നിത്യ ചിലവുകൾക്ക് വരുമാനം ലഭിക്കുന്ന 58 ക്ഷേത്രങ്ങൾ മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത്. ബാക്കി ഏതാണ്ട് 1200-ഓളം ക്ഷേത്രങ്ങളും യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം പുലർന്നു പോകുന്ന ക്ഷേത്രങ്ങളാണ്. അതിന്റെ ഒരു കണക്കുകൂടി ഞാൻ വിശദീകരിക്കാം. ഒരു വർഷം ഏതാണ്ട് 350 കോടി രൂപയോളം ശബരിമലയിൽ നിന്ന് ഈ ദേവസ്വം ബോർഡിന് വരുമാനമുണ്ട്. 5500 പേരാണ് കേട്ടോ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരായി പ്രവർത്തിക്കുന്നത്. ഈ 350 കോടി രൂപ കൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ചിലവുകൾ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ശബരിമല എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. എന്ന് മാത്രവുമല്ല, അത് കേരള സർക്കാരിനെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. കാരണം പ്രതിവർഷം കേരള സർക്കാരിന് ചുരുങ്ങിയത് ഒരു 1500 കോടി രൂപയെങ്കിലും, 1500 മുതൽ 10000 കോടി വരെ വ്യത്യസ്ത റേഞ്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പം 200 വെച്ചാണ് കൂട്ടിയത്. ചില ആൾക്കാരെ വസ്ത്രം മേടിക്കുന്നു, ആഹാരം കഴിക്കുന്നു, അങ്ങനെ ചിലർ 1500 എന്ന് പറയുന്നു, ചിലർ 5000 എന്ന് പറയുന്നു, ചിലർ 10000 കോടി എന്ന് പറയുന്നു. സുധാകരൻ സാർ ഇരുന്നപ്പം ഏതോ ഒരു കണക്കെടുത്തപ്പം 12000 കോടി എന്ന് പറയുന്നു. വ്യത്യസ്ത കണക്കുകൾ. ശബരിമലയിൽ നിന്ന് വരുമാനമുണ്ട്. ഒരു അയ്യപ്പൻ മല കയറി ഇറങ്ങിയാൽ ഏതാണ്ട് 200-250 രൂപ വരെ സംസ്ഥാന സർക്കാരിന് കിട്ടുമെന്നാണ് ഏകദേശ കണക്കെന്ന് പറയുന്നത്. അതായത് KSRTC ചാർജ് മുതൽ ഒരു തീപ്പെട്ടി വാങ്ങിച്ചാൽ കൊടുക്കുന്ന GST വരെ, കറണ്ട് ചാർജ് മുതൽ വെള്ളക്കരം വരെ, അങ്ങനെ നിരവധി മേഖലകളിൽ നിന്നുള്ള വരുമാനമായിട്ട് ഏകദേശം 1500 കോടി രൂപയോളം പ്രതിവർഷം സംസ്ഥാന സർക്കാരിനും കിട്ടുന്നുണ്ട്.
അതുകൊണ്ട് അയ്യപ്പന്മാരെ പരിഗണിക്കേണ്ടതുണ്ട്, അവരുടെ സംഗമം നടത്തേണ്ടതുണ്ട്, അവർക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് കേൾക്കേണ്ടതുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ നടത്താൻ പോകുന്ന ഈ അയ്യപ്പ സംഗമം അങ്ങനെ ഒരു ലക്ഷ്യം കൊണ്ട് മാത്രം നടത്താനിരിക്കുന്ന ഒരു സംഗമമാണോ എന്നാണ് സർജിക്കൽ സ്ട്രൈക്ക് അന്വേഷിക്കുന്നത്, ചോദിക്കുന്നത്. നോക്കൂ, അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് ഏതാണ്ട് ഒരു 5 വർഷത്തെ ചരിത്രവുമുണ്ട്. ഞാനത് നിങ്ങളോട് പറയാം. 2018 സെപ്റ്റംബർ 28 അതിന്റെ ചരിത്രം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, അതായത് അദ്ദേഹത്തിന്റെ ആ വീഡിയോയും കൂടി കാണണം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ പ്രവർത്തിക്കുന്ന പാർട്ടി CPM ആണ്. CPM-ലാണ് നിയർലി, അതായത് CPM-ന്റെ 80% ഹിന്ദുക്കളാണ്. എനിക്ക് തോന്നുന്നു കോട്ടയം സമ്മേളനത്തിലൊരു കണക്കെന്തോ ഉണ്ട്. 9% ക്രിസ്ത്യാനികളും 10% മുസ്ലിങ്ങളുമാണ്. ഈ മുസ്ലിങ്ങളിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ്. ക്രിസ്ത്യാനികളിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ്. ഹിന്ദുക്കൾ, ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളാണ് CPM-ന് കൂടുതലായി വോട്ട് ചെയ്യുന്നത്. ഇതിൽ നായർ വോട്ടുകൾ പലപ്പോഴും CPM-നും കോൺഗ്രസിനും BJP-ക്കുമായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. അങ്ങനെ നായർ വോട്ടുകൾ കൂടുമ്പോഴാണ് വലിയൊരു സ്വിങ്ങും ചേഞ്ചും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ CPM-നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികളായ ഈഴവ വോട്ടുകൾ കുറേ അധികം ചോർന്ന് BJP-യിലേക്ക് പോയി. അങ്ങനെയാണ് ശ്രീ സുരേഷ് ഗോപി അടക്കം തൃശ്ശൂർ ജയിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത്. ആ പോയ ഈഴവ വോട്ടുകൾ, പിന്നോക്ക ഹിന്ദു വോട്ടുകൾ, നായർ വോട്ടുകൾ, ഇവയുടെ ഒരു കൺസോൾട്ടേഷൻ ഏത് ഭാഗത്തേക്ക് വരും? അപ്പം CPM ഒരു സോഫ്റ്റ് ഹിന്ദുത്വം അല്ല, ഒരു സോഫ്റ്റ് ഹിന്ദു ലൈൻ, അതായത് സോഫ്റ്റ് ഹിന്ദു മതേതര ലൈൻ കൂടി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ NSS, SNDP അടക്കമുള്ള പ്രമുഖ സംഘടനകൾ അതിനോട് യോജിച്ചുകൊണ്ട് ആ സംഗമത്തിന് പോകാന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയൊരു പരിച്ഛേദം ഹിന്ദു സമൂഹത്തിന്റെ അതിനോട് യോജിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അയ്യപ്പ സംഗമത്തിന്റെ പിന്നിൽ രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായ ധാരകൾ കാണാം. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അവിടെയാണ് ഞാനൊക്കെ TV-യിലൊക്കെ സ്ഥിരം പറയുന്നത്, എല്ലാവരെയും കൂടെ വിളിക്കുക, എല്ലാ ഹിന്ദു പ്രസ്ഥാനങ്ങളെയും വിളിക്കുക, ഹിന്ദുത്വവാദികളെ മാറ്റി നിർത്തണ്ട, അവരെയും കൂടെ വിളിക്കുക. അങ്ങനെ ഇൻക്ലൂസീവായി പോകാൻ നോക്കുക. അങ്ങനെ ഒരു പോസിറ്റീവ് രീതിയിൽ അയ്യപ്പ സംഗമം നടക്കട്ടെ. അതിലൂടെ ഒരുപാട് ഊർജ്ജം ഉണ്ടാകട്ടെ, അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനാകട്ടെ. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ശബരിമലയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്രീ പിണറായി വിജയൻ അത് ചെയ്യാൻ കഴിയട്ടെ. നമ്മുടെ തമിഴന്മാര് ജല്ലിക്കെട്ടില് ഒരുമിച്ച് നിന്നാണ്, DMK-യും ADMK-യും BJP-യും കോൺഗ്രസും പിന്നെ അവിടുത്തെ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് അവരുടെ ഒരു സംസ്കാരം സംരക്ഷിക്കുന്നത്. നമ്മുടെ ആ മതസൗഹാർദ്ദത്തിന്റെ ബഹുസ്വര സംസ്കാരമാണ് ശബരിമല അയ്യപ്പനിൽ, മുസ്ലിമായ വാവരിൽ, ക്രിസ്ത്യാനിയായ വെളുത്തയിൽ ഒക്കെ കാണുന്നത്. അതൊരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിന്റെ പ്രതീകമാണ്, ആത്മീയതയുടെ പ്രതീകമാണ്. ആ പ്രതീകത്തെ ഒരുമിച്ച് നിർത്താൻ നമ്മുടെ ജനങ്ങൾക്കാകട്ടെ. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എന്താ പറയുക, ആ തീർത്ഥാടനം മെച്ചപ്പെട്ട് വരട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. സ്വാമിശൻ.